ഗീത തന്നെയാണോ ഈ രാജിക്കത്ത് എഴുതിയത്? അതെ. ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ അതോ? എന്റെ സൗമനസാലാണ്. എങ്കിൽ ശരിക്കും ആലോചിച്ച് കാണുകയില്ല എഴുതുന്നതിന് മുമ്പ്. നല്ലതുപോലെ ആലോചിച്ചു സാർ. എനിക്കിനി ജോലി വേണ്ട. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു സാർ. നിങ്ങൾക്ക് തോന്നുമ്പോൾ വേണമെന്നും വേണ്ടെന്നും വെക്കാനുള്ള ജോലിയല്ല ഇത്. നിങ്ങൾ 5 വർഷം ജോലി ചെയ്തു കൊള്ളാമെന്ന് എഗ്രിമെന്റ് എഴുതി തന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്തില്ലേ സാർ. ഇനിയെങ്കിലും ഞാൻ നാട്ടിലേക്കൊന്ന് പോയിക്കൊള്ളട്ടെ. അങ്ങനെ പോകാൻ സാധ്യമല്ല. ഒന്നാമത് നിങ്ങളുടെ എഗ്രിമെന്റ്, രണ്ടാമത് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതൊന്നും മറന്നു കളയരുത്. സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഞാൻ ഒരുക്കമാണ് സാർ. എന്നാലെങ്കിലും ഞാൻ പോയിക്കൊള്ളട്ടെ. അപ്പോൾ നിങ്ങളുടെ എഗ്രിമെന്റ് എന്ത് ചെയ്യും? കാലാവധിക്ക് മുമ്പ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധ നഷ്ടങ്ങൾക്കും നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഏറെ പറയുന്നില്ല, നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. മുറിയെല്ലാം നോക്കിയില്ലേ? നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാം, തിരക്കല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുറിയാണ്. എയറോഡ്രോമിൽ നിന്ന് ഫോൺ ചെയ്തപ്പോഴേ ഞങ്ങളത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മുതലാളി എവിടെ ചെന്ന് താമസിക്കുമ്പോഴും മുറിയിൽ ചില പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത്. അദ്ദേഹം ഇപ്പോഴെവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് വരികയാണ്. അവിടെ സ്വന്തമായി ബാങ്ക്, എസ്റ്റേറ്റ് എന്ന് വേണ്ട എല്ലാം ഉണ്ട്. ഇപ്പോൾ നാട്ടിലേക്ക് പോവുകയായിരിക്കും അല്ലേ? നാട്ടിൽ 1-2 എസ്റ്റേറ്റുകൾ വില പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വരുന്നത്. ഓ, അപ്പോൾ വലിയ കോടീശ്വരനാണല്ലേ? കൊള്ളാം, കോടീശ്വരനോ? വേണമെങ്കിൽ ഒരു രാജ്യം തന്നെ വിലക്ക് മേടിച്ചോളി. അയ്യോ, മുതലാളി വന്നു തോന്നുന്നു. നോക്കിയേ. ഗുഡ് മോർണിംഗ് സർ, പ്ലീസ് കം. മോർണിംഗ്, മോർണിംഗ്, മോർണിംഗ്. അങ്ങേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും. പോരാത്തത് എന്ത് വേണമെങ്കിലും ചെയ്തു തരാനുള്ള ഏർപ്പാടുകളും ഇവിടെ ഉണ്ട്. ഓഹോ, ഐ സി. അങ്ങനെയാണ്. ഞാൻ ഫോറിൻ കൺട്രീസിലായിരുന്നത് കൊണ്ട് സാധാരണ ഒന്നിനും എനിക്ക് തൃപ്തി വരില്ല. ഒന്നിനും എനിക്ക് തൃപ്തി വരില്ല. ഓ, തൃപ്തി വരാറില്ല. പ്ലീസ് കം. അസൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും. ഒന്നുമില്ല, പക്ഷേ ചൂട് അസഹ്യം. ചൂട് ചൂട് അസഹ്യം. കറക്റ്റ് കറക്റ്റ്. അകത്തല്ല, പുറത്ത്. കുളിക്കാൻ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോയാൽ കൊള്ളാവുന്നത്. എന്റെ കുറെ കൂടി സാധനങ്ങൾ അവിടെ കിടക്കുന്നു. കുറെ കൂടി സാധനങ്ങൾ അവിടെ കിടക്കുന്നു. കറക്റ്റ് കറക്റ്റ്. അത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോയാൽ കൊള്ളാവുന്നുണ്ട്. ഇവിടെ ചൂട് അസഹ്യം. അകത്തല്ല, പുറത്ത്. അതുകൊണ്ട് കൊച്ചിൻ എക്സ്പ്രസിന് ഇന്ന് തന്നെ 2 സീറ്റ് റിസർവ് ചെയ്തേക്കുക. കൊച്ചിൻ എക്സ്പ്രസിന് 2 സീറ്റ് റിസർവ് ചെയ്തേക്കുക. കറക്റ്റ്. ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, ഒരു തേർഡ് ക്ലാസ് ടിക്കറ്റ്. തേർഡ് ക്ലാസ് ടിക്കറ്റ് സർവന്റിന്, തേർഡ് ക്ലാസ് ടിക്കറ്റ് സർവന്റിന്. കറക്റ്റ്. 2 ടിക്കറ്റും ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തേക്കാം സർ. ബ്രേക്ക് വേണ്ടി എടുത്തിട്ടോ? ജൂലിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ? വായിക്കാനുള്ള പേപ്പർ മാഗസിനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ? നിങ്ങൾ രണ്ടുപേരും ആ സർവീസ് കമ്പാർട്ട്മെന്റ് കയറിക്കും. ശരി.
എന്താ ചോദിച്ചത്? ഒരു ഷീറ്റ്. തീർച്ചയായും. മിസ്റ്റർ, ഒരു സ്ത്രീ ഇരിക്കുന്ന കാണാൻ പാടില്ലേ? ആരാരാ? സ്ത്രീയോ? ഓ, സ്ത്രീ. നിങ്ങൾക്ക് മര്യാദ എന്താണെന്ന് അറിയാമോ? അറിയാൻ വയ്യല്ല നീയാ. നിങ്ങൾ ഞങ്ങളെ പുകച്ച് പുറത്തിയടിക്കാൻ പോവുകയാണോ? ചാടിച്ചോളൂ, ചാടിച്ചോളൂ. പുകയ്ക്കുന്ന കാര്യം ഞാനേറ്റു. പുകയ്ക്കുന്ന കാര്യം ഞാനേറ്റു. അയാളോട് സംസാരിക്കണ്ട. ആ, എവിടം വരെ ഉണ്ട്? എറണാകുളം വരെ. നിങ്ങളോ? ഞാൻ തൃശ്ശൂർ ഇറങ്ങും. തൃശ്ശൂരാണോ വീട്? അല്ല, അവിടെയാണ് ജോലി. എന്ത് ജോലി? കോളേജിലാണ്. പേര്? രാധിക. നല്ല പേര്. മിസ്റ്റർ, ഇത് വലിയ ഉപദ്രവമായല്ലോ. കളയണോ മിസ്റ്റർ? ആ, പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇബ്രാഹിം സേഠ്. സാരമില്ല ചേച്ചി, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ. ബൈ ദ ബൈ, എന്താ ജോലി? എനിക്ക് കല്ലൻ മുളയുടെ ബിസിനസ്സാണ്. സ്റ്റേഷൻ എടുക്കാറായി. നമുക്ക് വെളിയിൽ പോയി ഒരു കപ്പ് കാപ്പി കുടിക്കാം. ഓൾറൈറ്റ്, സ്റ്റേഷൻ എടുക്കട്ടെ. എന്നാ വേണം? എന്ത് വേണം പറയൂ. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലുമൊക്കെ തരൂ. എനിക്ക് ചൂടുള്ളത് എന്തെങ്കിലും മതി. ചൂടുള്ള എന്തുണ്ട്? ഐ പ്രിഫർ ആംലെറ്റ്. ശരി, എന്നാൽ രണ്ടുപേർക്കും ആംലെറ്റ് ആയിരുന്നു. കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടുമല്ലോ. രാധികയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ കൂടുതൽ കഴിച്ചത് ഞാനാണ്. ആരെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. ഓഹോ, ഇനി ഞാൻ ഏറ്റു. അയ്യോ, ബെല്ലടിച്ചു. അത് മദ്രാസിൽ പോകുന്ന വണ്ടിക്കാണ്. നമ്മുടെ വണ്ടിക്ക് ഇനി ധാരാളം സമയമുണ്ട്. ഓഹോ, എനിക്ക് മതി. നിങ്ങൾ ആരാ? എന്തിനാ എന്നെ പിടിക്കുന്നത്? എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. അനാവശ്യം കാണിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്നെ വിടൂ. അങ്ങനെ അങ്ങ് പോയാലോ? വിടൂ, എന്നെ വിടൂ. ഇനി എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിയില്ല. മര്യാദയ്ക്ക് അടങ്ങി നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. നടക്കൂ.
എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല സാർ, പെട്ടെന്ന് തലചുറ്റി വീണു. വേഗം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. എനിക്കൊരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി. എന്നെ ഞാൻ തന്നെ ശിക്ഷിച്ചുവെന്ന് എന്റെ രാജേട്ടനോട് പറയൂ. രാജേട്ടനോ? അതാര്? സുവർണ ഹോട്ടലിൽ താമസിക്കുന്ന CID ഇൻസ്പെക്ടർ രാജൻ. ഇൻസ്പെക്ടർ രാജനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. രാജനെ കണ്ടാൽ നിങ്ങൾ അറിയുമോ? എന്റെ രാജേട്ടനോട് പറയൂ. നിങ്ങൾ എനിക്ക് മനസ്സിലായില്ലല്ലോ. രാജേട്ടാ, നീയോ? ഭയങ്കരി. രാജേട്ടനെ കണ്ടതിന് ശേഷം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. ജീവനോട് കൂടി രാജേട്ടൻ എന്നെ തിരിച്ചറിയരുതെന്ന് കൂടി ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം സമ്മതിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ രാജേട്ടാ. ഏതായാലും ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും.